ആദ്യമായിട്ട് ഗവൺമെൻറ്റിനും പോലീസിനും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനും ഡോക്ടർമാർക്ക് നഴ്സുമാർക്ക് ഹെൽത്ത് വർക്കേഴ്സ് അങ്ങനെ ഈ ഒരു വിഷമ ഘട്ടത്തിൽ കേരള ജനതയെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. യു ആർ അവർ ഹീറോസ്. എല്ലാ ജനങ്ങളോടും ഒരു അപേക്ഷ, പ്രത്യേകിച്ചൊരാവശ്യമൊന്നുമില്ല എന്ന് വെച്ചാൽ ഈ സമയത്ത് പുറത്തിറങ്ങാണ്ടിരിക്കുക. ഈ ഒരു 21 ദിവസം ലോക്ക്ഡൗൺ തന്നിട്ടുള്ളത് നമുക്ക് ബന്ധുവീടുകളിൽ പോകാനും അല്ലെങ്കിൽ ബീച്ചിൽ പോകാനും ഒന്നുമല്ല. നമ്മൾ വീട്ടിലടച്ചിരിക്കണം. എന്ത് കാരണമായിക്കോട്ടെ, നമുക്ക് പനിയുണ്ടോ ചുമയുണ്ടോ എന്നുള്ളൊരു പ്രശ്നമല്ല. ഗവൺമെൻറ്റും ബാക്കി എല്ലാവരും ഇത്രയും എഫേർട്ട് എടുക്കുമ്പോൾ നമ്മൾ അവർക്ക് കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യുക. വീട്ടിലിരിക്കൂ. വീട്ടിലിരുന്ന് എന്താ ചെയ്യാമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമെന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടോളൂ. എന്തെങ്കിലും കറി ഉണ്ടാക്കിക്കോളൂ. എന്നാൽ അത് നോക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോണ കറിയുടെ പേര് പ്രത്യേകിച്ച് എനിക്ക് അറിയൊന്നുമില്ല. വെറുതെ കിട്ടിയ കുറച്ച് കഷ്ണങ്ങളും എല്ലാം വെച്ചൊരു കറി ഉണ്ടാക്കിയതാണ്. ആ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. താങ്ക് യു. കിച്ചൺ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് കട്ട് ചെയ്ത്, പിന്നെ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തെടുത്തത്, ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള മിക്സ്, പിന്നെ അണ്ടിപ്പരിപ്പ് ഉള്ളിയും കൂടെ അരച്ചെടുത്തത്. ഇതാണ് ഞാനിതിൽ ചേർക്കുന്നത്. ആദ്യം വേറെ എല്ലാം ചെയ്യണ പോലെ നമുക്ക് എണ്ണ മൂപ്പിച്ചെടുക്കാം. അതിൽ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും. അതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നും പറയാനില്ല. ഇത് ഒരു ട്രയലായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു അളവൊന്നും അറിയില്ല. നമുക്കറിയാവുന്ന രീതിയിൽ ഇടുക. അത് രണ്ടും മൂത്ത് കഴിയുമ്പോൾ നമുക്കതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള മിക്സ്ചർ ഇടാം. അതും മൂത്ത് കഴിയുമ്പോൾ നമുക്കതിൽ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് നമുക്കതിലിട്ട് മൂപ്പിക്കാം. ഇതെല്ലാം നമ്മളെല്ലാ കറികൾക്കും വേണ്ടി എപ്പോഴും ചെയ്യുന്നത് തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് ഒരളവൊന്നും പറയാനില്ല. നിങ്ങളെല്ലാം ഇതൊക്കെ ചെയ്യുന്നവരായതുകൊണ്ട് നിങ്ങളുടേതായ ഒരു രീതിയിൽ ചെയ്യാം. പ്രത്യേകിച്ച് ഒരളവൊന്നും പറയാനില്ല. ഉള്ളി നമ്മളിട്ട് മൂപ്പിച്ചെടുത്തു. ഉള്ളി മൂപ്പിക്കാനായിട്ട് അതിൽ ഇത്തിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം മൂക്കുമെന്നൊക്കെ ചില യൂട്യൂബ് വീഡിയോയിൽ കണ്ടിരുന്നു. അപ്പോൾ ഞാനൊരു ഇത്തിരി അതിൽ ഉപ്പിട്ട് മൂപ്പിക്കാൻ വേണ്ടി, ഇത്തിരി വേഗം മൂപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാം സാധനങ്ങളും അതിലേക്കിടാം. അതായത് അണ്ടിപ്പരിപ്പ് നമ്മൾ നെയ്യിൽ വറുത്തെടുത്തതുണ്ട്. പിന്നെ അതേ കുറച്ച് വറുത്ത അണ്ടിപ്പരിപ്പും ഉള്ളിയും കുറച്ച് മസാലയും കൂടെ ഞാൻ ഒരു മിക്സിയിൽ അരച്ചെടുത്തിരുന്നു. അതാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ആ മിക്സിയിൽ തന്നെ അതിൻ്റെ ആ സത്ത് കളയാണ്ടിരിക്കാൻ ഇത്തിരി വെള്ളമൊഴിച്ച് ഇളക്കിയെടുത്തിരുന്നു. അപ്പോൾ ആ വെള്ളം ഒഴിച്ചും കൂടെ കുറച്ച് ഞാൻ അതിലേക്ക് ഒഴിക്കും. അതിന് മുമ്പായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്ത് തൊലി കളഞ്ഞ് കട്ട് ചെയ്തതാണ്. ഇനി ആ അണ്ടിപ്പരിപ്പും ഉള്ളിയും കൂടെ അരച്ച മിക്സിയിൽ ചേർത്ത വെള്ളവും ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ആ വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞ് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നോക്കൂ, നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട്, ഇത്രയും പണിപ്പെട്ട് പോലീസിനെയും ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ നിരത്തിലിറക്കി നമ്മളെ സഹായിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ അവരോട് സഹകരിക്കണം. ഇന്നലെ മുതൽ കുറേ വീഡിയോകൾ കണ്ടു. പലരും റോട്ടിലിറങ്ങി പോലീസിന് പണി ഉണ്ടാക്കരുത്. എന്തിനാണ് അതിന് പോകണം? നിങ്ങൾ വീട്ടിലിരുന്ന് ഇതുപോലെ വല്ല കുക്കിങ്ങും ട്രൈ ചെയ്തൊന്ന് എൻജോയ് ചെയ്യൂ. ഉള്ള സമയം പുറത്തിറങ്ങിയെല്ലാം എൻജോയ് ചെയ്യണ്ട കേട്ടോ, വീട്ടിലിരുന്ന് എൻജോയ് ചെയ്യൂ. നമ്മളിത് ചേർക്കാൻ പോണത് ഇത്തിരി നാളികേരപ്പാലാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഇടാം. മല്ലിപ്പൊടി, പിന്നെ കിച്ചൺ മസാല. ഇതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നും പറയാനില്ല. അത് നിങ്ങളുടെ ഒരു ഐഡിയ വെച്ച്, ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് 2 സ്പൂൺ വെച്ചാണ് ഇട്ടത്. മല്ലിപ്പൊടി 2 സ്പൂണും പിന്നെ കിച്ചൺ മസാല ഇടുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ മുഴുവൻ വരാൻ പാകത്തിന് പരത്തിയിട്ടു. അതിനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ എന്നൊക്കെ പല വീഡിയോകളിലും കാണുന്ന പോലെ പറയാനുള്ള എക്സ്പേർട്ടൊന്നുമല്ല ഞാൻ. എന്നാൽ കഴിയുന്ന രീതി ഞാൻ ചെയ്യുന്നു. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എത്ര ഇടാൻ പറ്റിച്ചിടുക, എൻ്റെ സ്വാധീനമനുസരിച്ച് ഇടുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി ഞാനതിൽ ചേർക്കാൻ പോണത് നാളികേരപ്പാലാണ്. നാളികേരപ്പാൽ മാഗി കോക്കനട്ട് പൗഡറിൽ ഇത്തിരി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് നാളികേരപ്പാലുണ്ടാക്കി ഒഴിക്കണം. അതിനിപ്പോൾ നിങ്ങൾക്ക് നാളികേരം അരച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇവിടെയാണ് നമ്മൾ സൗത്തും നോർത്തും കൂടെ മിക്സ് ചെയ്യുന്നത്. സൗത്ത് ആൻഡ് നോർത്ത് എന്ന് വെച്ചാൽ ഈ സ്വതവേ ഇങ്ങനത്തെ കറികളൊക്കെ നോർത്ത് ഇന്ത്യൻസിന് ഉണ്ടാവുക. അതിൽ നമ്മൾ നാളികേരം ഇരിക്കുമ്പോൾ അത് സൗത്ത് ഇന്ത്യൻ ആവും, അത്രേ ഉള്ളൂ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. അത്യാവശ്യത്തിന് ഉപ്പിടാൻ മറക്കണ്ട. ഉപ്പൊക്കെ അളവിന് ചേർത്തുള്ളതിനിടയിൽ നല്ലോണം തിളച്ച് ചെയ്യുമ്പോൾ കാണാം അതിൽ ഉരുളക്കിഴങ്ങും
കാജു, അതായത് അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ നല്ലോണം മിക്സായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമുക്കത് സെർവ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് കൊത്തമല്ലി ഉണ്ടെങ്കിൽ നല്ലതാണ്. അതില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്ലേക്സാണ്, അതായത് ഈ ചില്ലി ഫ്ലേക്സ് നമ്മൾ പിസയുടെ മുകളിലേക്കാണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നൊരു കറിയാണ് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഇത് പ്രത്യേകിച്ച് പഠിച്ച് ചെയ്തതൊന്നുമല്ല, മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്തതല്ല. പെട്ടെന്നൊരു ഇതിൽ വെറുതെ ഇരിക്കുമ്പോൾ, ബോറടിച്ചിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് തോന്നി കുറച്ച് കഷ്ണങ്ങളെടുത്ത് കട്ട് ചെയ്തു ഉണ്ടാക്കിയെന്നുള്ളൂ. ട്രൈ ചെയ്യാം.